പോകുമ്പോൾ മുഹമ്മദ് റിയാസ് MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസ്, നോക്കൂ, സർക്കാർ വന്നതിന് ശേഷം ഈ വല്ലാത്തൊരു സിറ്റുവേഷനാണ് സംസ്ഥാനത്ത്. ഒന്ന്, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സമയത്ത് ഉണ്ടാകുന്ന ഈ ഒരു അസാധാരണമായൊരു സാഹചര്യത്തിലാണ് ഒരു ഡയറക്ടറെ, ആരോഗ്യവകുപ്പ് ഡയറക്ടറെ ഇപ്പോൾ അദ്ദേഹം മാറ്റുന്നത്. വലിയ രീതിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആ ഡോക്ടർ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അനവസരത്തിലാണ് എന്നെല്ലാവരും പറയുമ്പോഴും മന്ത്രിയുടെ പ്രതികരണം കേട്ടുമില്ല, എങ്ങും തൊടാതെയുള്ള പ്രതികരണങ്ങൾ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ശ്രീ മുഹമ്മദ് റിയാസ് സംഭവിക്കുന്നത്? കാര്യങ്ങൾ താങ്കൾ കൂടി അന്വേഷിച്ച് കാണുമല്ലോ. ഒന്ന്, ഞാനിപ്പോ ഇവിടെ എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ബേപ്പൂർ നിയോജക മണ്ഡലത്തിലാണുള്ളത്. ഇവിടെ നിപ്പ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ അറിഞ്ഞ 2 ദിവസം മുമ്പ് അറിഞ്ഞ ഉടനെ തന്നെ ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. ബന്ധപ്പെട്ടവരൊക്കെ ഇത് സംസാരിച്ചിരുന്നു. ആരോഗ്യമന്ത്രി ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പൊതുവെ ആത്മവിശ്വാസം പകരും, എന്നോടൊപ്പം തന്നെ അത് കൂടുതൽ കാര്യക്ഷമമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളത് ഒരു വസ്തുതയാണ്. മുൻകാലങ്ങളിൽ അങ്ങനെയാണ് ചെയ്തത്. 2016-ലും 2021-ലും അന്നത്തെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യമന്ത്രി അതുപോലെ തന്നെ ബന്ധപ്പെട്ട ചുമതലയുള്ള മന്ത്രിമാർക്ക് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ കോഴിക്കോട് പ്രവർത്തനം നടത്തിയത്. അത് ചെയ്യണമെന്ന് പറഞ്ഞ ദിവസം 4 ആരോഗ്യമന്ത്രി വന്നിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, കോഴിക്കോട് ജില്ലയ്ക്ക് ഇപ്പൊ നമ്മളൊരു ഉദ്യോഗസ്ഥന്റെ കാര്യം പറഞ്ഞില്ല, അതുപോലെ DMO ഇല്ല. യഥാർത്ഥത്തിൽ DMO ഈ നിപ്പ വന്ന സാഹചര്യത്തിലെങ്കിലും പെട്ടെന്ന് DMOയെ വെക്കണ്ടേ, അത് വെച്ചിട്ടില്ല. DMO ആരാകണമെന്നുള്ള തർക്കം മുന്നണി അടിസ്ഥാനത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ചില ജീവനക്കാർ പറഞ്ഞത്. എനിക്ക് അതിന്റെ മറ്റു വസ്തുത അറിയില്ല. ഓരോ MLA-മാർക്കും വ്യത്യസ്ത ആളുകളെ DMO ആക്കും. ആ ചക്കളത്തി പോരാട്ടത്തിന്റെ ഭാഗമായി ഈ നിപ്പ പോലുള്ള പ്രശ്നം വരുമ്പോൾ ഒരു DMOയെ വെക്കണ്ടേ? ഇവിടുത്തെ മെഡിക്കൽ വിഭാഗത്തിന്റെ തലവനല്ലേ അത് ചുമതല കൊടുക്കുക. അവർക്ക് ഫലപ്രദമായി ഇടപെടാൻ പറ്റാത്ത ചില സാങ്കേതിക പ്രശ്നങ്ങൾ വരുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അപ്പോ കുറെ കൂടി ഗൗരവത്തോടു കൂടി ഇത്തരം വിഷയങ്ങളെ കാണേണ്ടതുണ്ട്. അതിന് പകരം ആരോഗ്യമന്ത്രി ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷത്തിന് നേരെ തിരിയുന്ന സ്ഥിതിയാണുള്ളത്. ഇതിലിപ്പോ ഭരണപക്ഷം പ്രതിപക്ഷമൊന്നുമില്ല, ഇതെല്ലാവരും ഒത്തുനിന്നുകൊണ്ടാണ്. ശ്രീ മുഹമ്മദ് റിയാസ്, അവിടുത്തെ സാഹചര്യങ്ങൾ തീർച്ചയായും അറിയാം. അപ്പോൾ ഒരു അസാധാരണ സാഹചര്യത്തിൽ ഒരു ഡയറക്ടർക്ക്, ആരോഗ്യവകുപ്പ് ഡയറക്ടർ അവരുടെ അവസ്ഥ വന്നെന്ന് വിശദീകരിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ കൂടിയാലോചനകൾ ഈ മന്ത്രിസഭയിൽ നടക്കാതെ പോകുന്നുണ്ടോ? കാരണം ഈ നിയമനങ്ങൾ, സ്ഥലം മാറ്റങ്ങൾ ഇപ്പോൾ 3ാമത്തെ ഒരു വിഷയമാണ്. പല മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അടുത്ത പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട്, ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത് ഒരു ആരോഗ്യവകുപ്പിൻ്റെ ഡയറക്ടർ അടക്കം വന്ന് അവരുടെ കാര്യം പൊതുജന മധ്യത്തിൽ വിശദീകരിക്കേണ്ടി വരുന്നു. അപ്പോൾ ഒരു കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണോ അങ്ങേക്ക് തോന്നുന്നത്? അല്ല, ഓരോ വിഷയത്തിലും ഈ കൂട്ടുത്തരവാദിത്തത്തിന്റെ കുറവ് കാണുകയാണ്. ഞങ്ങളൊരു പുതിയ ഗവൺമെന്റ് അല്ലേ, അതുകൊണ്ട് പല കാര്യങ്ങളിലും ഗവൺമെന്റ് ഒരു തുടക്കം എന്നുള്ള നിലയിൽ സഹകരിച്ചു പോവുകയാണ്. പലതിനെയും എടുത്തിട്ട് ഇതാ കിട്ടിപ്പോയെന്ന് പറഞ്ഞ് വിമർശിക്കുന്ന ഒരു നിലപാടല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ നിർബന്ധിതരാകുകയാണ് ചില കാര്യങ്ങൾ അഭിപ്രായം പറയാൻ. ആ നിലയിലേക്കാണ് സർക്കാരിന്റെ പോക്ക്. ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ പൗരന്മാർ എങ്ങനെയാകണം വിഷയങ്ങളിൽ എന്നുള്ളത് നിശ്ചയിക്കേണ്ടത് സർക്കാരാണ്, സർക്കാരിന്റെ നിലപാടാണ്. ഇവിടെ കൂട്ടുത്തരവാദിത്തത്തിന്റെ കുറവ്, പല വിഷയങ്ങളും പരസ്പരം. അവിടെ ശ്രീ മുഹമ്മദ് റിയാസ്, പരിചയക്കുറവിന്റെ ഒരു സാവകാശം നമുക്ക് നൽകാൻ കഴിയില്ലേ? അല്ല, അതുകൊണ്ടാണ് പുതിയൊരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ പല കാര്യങ്ങളിലും എടുത്തുചാടി ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടില്ല, അഭിപ്രായം പറയുന്നില്ല. പക്ഷെ ഇപ്പോ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പ്രതിപക്ഷം എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ പറ്റില്ല, അഭിപ്രായം പറയേണ്ടടത്തേക്ക് എത്തിക്കുക. പക്ഷെ കാരണം സർക്കാരിന്റെ ചെയ്തികളാണ്. സർക്കാരിന്റെ ചെയ്തികൾ ജനങ്ങൾക്കും പ്രതിപക്ഷത്തിനും ഗവൺമെന്റ് വന്ന് അധികം കാലം ആകുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റിനെ ശക്തമായി വിമർശിക്കേണ്ടടത്തേക്ക് എത്തിക്കുകയാണ് കാര്യങ്ങൾ. ഇതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ്, സർക്കാരിന്റെ ചെയ്തികളാണ് ഇതിന്റെ കാരണമായി മാറുന്നത്. അപ്പോൾ എന്താണ് ഇനി ഈ പാൻഡമിക് സിറ്റുവേഷൻ, ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ അങ്ങനെ പോകുമ്പോൾ എന്താണ് ഇനി പ്രതിപക്ഷത്തിന്റെ റോൾ? എന്താണ് അവിടെ ഈ കാര്യങ്ങൾ? ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ താങ്കൾ ധരിപ്പിച്ചു, അവിടുത്തെ ഒരു MLA ആണ്. MLA എന്ന നിലയിൽ കാര്യങ്ങൾ ആശയവിനിമയം നടത്താൻ കഴിഞ്ഞുവോ? എന്താണ് ഇനിയിപ്പോൾ ഈ നിപ്പയുമായി ബന്ധപ്പെട്ടായാലും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ പ്രതിപക്ഷത്തിന്. അക്കാര്യത്തിൽ എന്താണ് ഇനി ഒരു പ്രതിഷേധത്തിലേക്കൊന്നും നമുക്ക് പോകാൻ കഴിയില്ല. കാരണം അത് ആരോഗ്യമായിട്ട് ഉള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു സംയമനത്തോടു കൂടിയുള്ള ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് സാധ്യമാണോ? തോന്നുന്നുണ്ടോ അങ്ങനെ? അല്ല, അത് തന്നെയാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. ഞങ്ങളിപ്പോൾ ആരോഗ്യവകുപ്പ് എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാ നിലയിലും നടപ്പിലാകണം. അതിന് ഞങ്ങൾ ഒരുമിച്ചുണ്ട്. പ്രത്യേകിച്ച് സ്ഥലം MLA എന്നുള്ള നിലയിൽ ഒരുമിച്ചുണ്ട്. തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്, ഇനിയും അങ്ങോട്ട് ആ നിലയായിരിക്കും സ്വീകരിക്കുക.
എന്നാൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് കണ്ടെയ്ൻമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തതയില്ല. അവിടെയുള്ള വീട്ടിലുള്ളവരെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന കൺട്രോൾ റൂം സംവിധാനം കുറെ കൂടി ഫലപ്രദമാവണം. നേരത്തെ അതിൽ ഞങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണാന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ, അത് തീരുമാനിച്ചിട്ടില്ല. അതെ, അതാണ് ഞാൻ പറയുന്നത്. അതിന്റെ കുറെ ആശങ്കകളുണ്ട്. അപ്പൊ അവിടെ മാറ്റി താമസിക്കപ്പെട്ട ആളുകൾ അവരുമായി ഫോണിൽ വിളിക്കാൻ നേരത്ത് പ്രതിപക്ഷ MLA ആയതുകൊണ്ട് കൺട്രോൾ റൂമിലിരുന്ന് ഫോൺ സംസാരം കേൾക്കാൻ പാടില്ല എന്ന് പറയുന്ന നിലപാട് വിചിത്രമാണ്. അങ്ങനെയൊന്നല്ലല്ലോ പോണ്ടത്. എല്ലാവരും യോജിപ്പിക്കല്ലേ ചെയ്യുന്നത്. എല്ലാവരും യോജിപ്പിച്ച് പോകണ്ടേ? ജനങ്ങളോട് സംസാരിക്കും, നിങ്ങൾ ആത്മവിശ്വാസത്തോടെ നിൽക്കൂ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ആ സ്ഥലം MLA പറയുന്നത് സർക്കാരിന് കൂടുതൽ ഗുണമല്ലേ? അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. അതും ഒന്നോ രണ്ടോ ആളോട് അങ്ങനെ സംസാരിക്കാൻ കൺട്രോൾ റൂമിൽ സംസാരിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റുള്ളത്? മുൻകാലങ്ങളിലൊക്കെ അത് ചെയ്യാറില്ലേ? കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനപ്രതിനിധികളെ ചെയ്യുന്നതല്ലേ? ഇതിപ്പോ ഇവരെ വിളിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ MLA ഓഫീസിൽ ഇരുന്ന് വിളിക്കാം, ഇവരൊക്കെ നമ്പർ ഞങ്ങളിൽ ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കേണ്ട MLA ആ സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ചെയ്യുന്നത് രണ്ടല്ലേ. അപ്പൊ സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് ഇതിൽ ഇടപെടുമ്പോൾ നിങ്ങളൊന്നും വേണ്ട, ഇത് ഞങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന നിലയിൽ ആരോഗ്യമന്ത്രിയും ബന്ധപ്പെട്ടവരും നിലപാട് സ്വീകരിക്കുന്നത്. ഈ മന്ത്രി എത്താത്തതിൽ ഒരു പ്രതിഷേധമുണ്ടോ? മന്ത്രി എത്താത്തതിൽ, നേരിട്ടെത്താത്തതിൽ മന്ത്രി 4 ദിവസമായിട്ടും കൂടി തിരിഞ്ഞു നോക്കാത്തതിൽ വലിയ പ്രതിഷേധമുണ്ട്. വലിയ നിലയിൽ പ്രതിഷേധം ആളുകൾക്കിടയിലുണ്ട്. അത് മന്ത്രിയോട് തന്നെ നേരിട്ട് ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞതാണ്. അത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം, എത്തിയാൽ പോലെ അവിടെ ക്യാമ്പ് ചെയ്യണമെന്ന് പറഞ്ഞാണ്. മന്ത്രിമാർ വിസിറ്റിംഗ് പ്രൊഫസർമാരെ പോലെ വന്ന് ഒരു പത്രസമ്മേളനം നടത്തി പോയാൽ പോരാ, ഇവിടെ ക്യാമ്പ് ചെയ്യണം, കാര്യങ്ങൾ പരിശോധിക്കണം. കഴിഞ്ഞ 2 ഗവൺമെന്റ് കാലത്ത് ആരോഗ്യമന്ത്രിമാരോടെ ക്യാമ്പ് ചെയ്തു. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള ഇതിലുള്ള എല്ലാ പഞ്ചായത്തിലും ഞാൻ പോയിരുന്നു, യോഗങ്ങൾ നടത്തിയിരുന്നു. അത് വലിയ ആത്മവിശ്വാസം പൊതുവെ ഉണ്ടായിരുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പറഞ്ഞതായിരുന്നു അങ്ങനെ ചെയ്യണം. അപ്പൊ അതുപോലുള്ള ഇടപെടലാണ് വേണ്ടത്. അതിന് വന്ന് ഒരു അരമണിക്കൂർ നിന്ന് ഒരു യോഗം വിളിച്ച് പിന്നെ ഒരു പത്രസമ്മേളനം നടത്തി സ്ഥലം വിടുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ ക്യാമ്പ് ചെയ്യണം. ക്യാമ്പ് ചെയ്ത് രാപ്പകലില്ലാതെ മുൻകാലങ്ങളിൽ മന്ത്രിമാർ ഇടപെട്ടതുപോലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനും സംവിധാനത്തെ ശരിയായ അർത്ഥത്തിൽ ചലിപ്പിക്കാനും സാധിക്കുന്ന നിലയിൽ ഇടപെടണം. അതാണ് ചെയ്യേണ്ടത്. ആരോഗ്യമന്ത്രി വിസിറ്റിംഗ് പ്രൊഫസർ അല്ല ആകേണ്ടത്. ഇവിടെ ക്യാമ്പ് ചെയ്ത് ഇടപെടണം. വളരെയധികം നന്ദി ശ്രീ മുഹമ്മദ് റിയാസ് MLA പ്രതികരിച്ചതിന്.